നമസ്കാരം. വിശ്വാസത്തെ അതിമനോഹരമായി തിരക്കഥയിൽ ഒളിപ്പിച്ച് അവതരിപ്പിച്ച സിനിമയായിരുന്നു നന്ദനം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ഡയലോഗിൽ കയ്യടി നേടിയ ചിത്രം. പൃഥ്വിരാജിന് സിനിമയിലേക്ക് വഴി തുറന്ന സിനിമ. നന്ദനത്തിൽ നായികയായിരുന്നു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ഡയലോഗ് അടിച്ചതെങ്കിൽ പുതിയ ചിത്രമായ ഗുരുവായൂർ അമ്പലനടയിൽ അത് പറഞ്ഞത് നായകനായ പൃഥ്വിരാജാണ്. നന്ദനത്തെ പോലെ ഗുരുവായൂർ അമ്പലനടയിലും സൂപ്പർ ഹിറ്റായി. ഇപ്പോഴിതാ ആരും കാണാതെ ആ സിനിമയുടെ സെറ്റ് കത്തി. കളമശ്ശേരി ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഫാക്ടറിയിൽ നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ സെറ്റിന്റെ അവശിഷ്ടങ്ങൾക്ക് തീപിടിച്ചത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. പ്രദേശമാകെ പുക നിറഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ അണച്ചത്. ആരോ മനഃപൂർവ്വം കത്തിച്ചതാണെന്നാണ് നിഗമനം. എന്നാൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ആ കത്തിക്കൽ. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിലെ കത്തിക്കലും ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ഡയലോഗും പോലെയായി. അവശിഷ്ടങ്ങൾക്ക് തീയിട്ടത് ആരാണെന്ന് വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ചിത്രീകരണത്തിന് ശേഷം സെറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നു. 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് നിർമ്മിച്ചത്. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തും സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നിരുന്നു. പെരുമ്പാവൂരിൽ നിർമ്മിച്ച സെറ്റ് നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ചു മാറ്റി. വയൽ നികത്തിയ സ്ഥലത്ത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നായിരുന്നു അത്. നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സാഹചര്യത്തിലായിരുന്നു നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയത്. അതുകൊണ്ട് തന്നെ ഏലൂരിലെ കത്തിക്കലിന് പിന്നിലും ആരുടെയോ കൈയുണ്ടെന്നാണ് സൂചന. അന്വേഷണം അട്ടിമറിക്കാൻ അതിശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതോടെ മാലിന്യപ്പുക ഉയർന്നു. ഏലൂർ FICTയുടെ ഗ്രൗണ്ടിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത്. പ്ലാസ്റ്റിക് അടക്കമുള്ളവ കത്തി സമീപവാസികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. FCT ടൗൺഷിപ്പിനുള്ളിലായിരുന്നു സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. പുക ഉയർന്നതോടെ FCT അധികൃതർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു.